ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് നോർവേയിൽ നിന്നാണ് കേട്ടോ. നോർവേയിലെ ബർഗൻ നോർവേ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാനൊരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങിയിരിക്കുന്നത് 2 മണിക്ക് ശേഷം ആഫ്റ്റർനൂൺ ടൈമിന്. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളും വീടുകളും വില്ലേജ് കെട്ടിടങ്ങളൊക്കെ കാണാൻ വളരെ രസമാട്ടോ. ഒരുപാട് ഹൈറ്റിലൊന്നും അല്ല ബിൽഡിങ്ങുകൾ, പക്ഷേ ഭയങ്കര ഭംഗിയായിട്ടോ പെയിൻ്റൊക്കെ അടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ അവിടെ ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. കടലല്ലേ, ചൂണ്ടയിട്ടിട്ട് മീൻ പിടിച്ച് നല്ല ഫ്രഷ് മീൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറേ എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് മാർക്കറ്റ് പ്ലേസ്, സിറ്റി എന്നൊക്കെ അവർ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്താണ്, പക്ഷേ ഞാനത് മറന്നു പോയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ റോട്ടിൽ കൂടെ തന്നെ ഇങ്ങനെ റെയിൽ പാളം പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിലൂടെയാണ് ശരിക്കും നമ്മുടെ മെട്രോ പോകുന്നത്, ഇവിടുത്തെ മെട്രോ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ വൈക്കിങ്ങിൻ്റെ ഒരു ഷിപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷിപ്പിനെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. അപ്പോൾ നോക്കുമ്പോൾ അറിയാമല്ലോ, നല്ല ആകാശം, നല്ല മേഘങ്ങളുണ്ട്. മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ കാർമേഘങ്ങൾ അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിലായിട്ട് മഴ പെയ്യോ പെയ്യില്ലെന്നൊന്നും ഒരു പിടുത്തമില്ല, എന്തായാലും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നിന്നാണ്. പിന്നെ UK കൺട്രീൻ്റെ ഫ്ലാഗ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ അവിടെ നിന്നിട്ട് 2-3 വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ നടപ്പ് തന്നെ കേട്ടോ. സിറ്റിയിലേക്കൊരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്, പക്ഷെ ഒരുപാട് കാഴ്ചകൾ കണ്ട് അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. അങ്ങനെ ഞാൻ നടന്നു പോകുമ്പോഴായിട്ട് അകലേ നിന്ന് തന്നെ ഞാൻ ഈ ഒരു സംഭവം ശ്രദ്ധിക്കുന്നത്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബസ് കേട്ടോ. അടുത്ത് വന്നപ്പോഴാണ് സംഭവം മനസ്സിലായത്. ലക്ഷറി എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്ലാസ് ലക്ഷറി ബസ്സായിരുന്നു അത്, ബെൻസിൻ്റെ. അപ്പോൾ എന്തായാലും എൻ്റെ മോന് വേണ്ടിയിട്ടാണോ സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഞാൻ മോന് വേണ്ടിയിട്ടാണ് അതിൽ തൊടുന്നത്. ഞാൻ കുഞ്ഞു കുട്ടിയെ പോലെ തന്നെ ആവുന്ന ഒരു വല്ലാത്തൊരു സ്റ്റേജ് ആയിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ബസ്സും കാര്യങ്ങളൊക്കെ മോന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കാരണം ഞാൻ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ എടുത്തു കേട്ടോ. ഇത് സാധാരണ UK കൺട്രീസിൽ ഞാൻ കണ്ടിരിക്കുന്നത്, ഞാൻ ഇന്ന് വരെ പുറത്ത് പോയപ്പോഴും നമുക്ക് ഫ്രീ ആണ്, നമുക്ക് എങ്ങോട്ട് പോകുമ്പോഴും ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറക്കി തരും, തിരിച്ച് നമുക്ക് കൊണ്ടുവരാം, കൊണ്ടുവന്നാക്കി തരുകയും ചെയ്യുന്നു. ആ ബസ്സല്ല, വേറെ ബസ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ബസ്സുകളെല്ലാം ഫ്രീ സർവീസാണ്. അപ്പോൾ നേരത്തെ ഒരു ബിൽഡിങ് കാണിച്ചില്ല. ആ ബിൽഡിങ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാൻ പോയില്ല. അതിന് ഞാൻ നടക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു അപ്പൂപ്പനും അമ്മമ്മയും കൂടെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. എത്ര പ്രായമായാലും അവർ പരസ്പരം കെയർ ചെയ്തിട്ടാണ് കേട്ടോ ഈ എല്ലാ ഔട്ട്സൈഡ് കൺട്രീസിലും ഞാൻ കണ്ടിരിക്കുന്നത്. പരസ്പരം കെയർ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ തന്നെ വേണം എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ വേണം കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നു കേട്ടോ. അപ്പോൾ ഇതൊരു സിൽവറിൻ്റെ എന്തോ ഒരു ഷോപ്പാണ് സംഭവം മനസ്സിലായി. എന്തോ പ്രശസ്തമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. പിന്നെ അതിന് ചുറ്റുപാടുള്ള റെസ്റ്റോറൻറ്റുകളാണ്, നല്ല ഭംഗി, നല്ല ആംബിയൻസ് ആയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ പറയാമല്ലോ, എല്ലാവർക്കും ഓരോ നായക്കുട്ടികളുണ്ടാവും ഇവിടെ എല്ലാവർക്കും കൂടിയിട്ട്. അപ്പോൾ ആ ഒരു സിൽവർ ഗാലറീൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചും കൂടെയൊക്കെ ഫ്രണ്ടിലേക്ക് നടന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ അടുത്ത പാർട്ട് ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യാം.